ഇനിയിപ്പോ എന്ത് ചെയ്യും ജെയിംസേ? ആകെ പ്രശ്നമായല്ലോ. എന്തായി? സാർ എന്തു പറഞ്ഞു? ഒരു രക്ഷയില്ല. അടുക്കുന്നില്ലല്ലോ സാറേ. ഇനി എന്ത് ചെയ്യും? നിങ്ങൾ പറയേണ്ടതുപോലെ പറഞ്ഞോ? പറഞ്ഞു. എന്നിട്ട് രക്ഷയില്ല. സൂചിയർ ഗാംബ്ലിംഗ് ആണെന്ന്. ഇവിടുന്ന് 15 കിലോമീറ്റർ ദൂരം സർക്കാർ ജീപ്പിൽ പോയി നേരം പുലരുവോളം കാശ് വെച്ച് കളിക്കുന്ന ആള് തന്നെ ഇത് പറയണം. എന്നിട്ടെന്താ? ഇന്ന് എന്നെ നിർത്തണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിർത്തിയേക്ക്. അയ്യോ സാറേ, ലക്ഷങ്ങൾ മുടക്കിയിരിക്കുക. റേഷൻ വാങ്ങാൻ വകയില്ലാത്ത ഇവിടുത്തെ പാവങ്ങളെ തന്റെ മുതൽ മുടക്കും ലാഭവും തിരിച്ചു തരണം എന്ന് പറയുന്നത് കുറച്ച് കടന്ന കയ്യാണ്ടോ? അങ്ങനെ പറയരുത് സാറേ. കുറെ കുടുംബങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നതാ. അയാൾ സമ്മതിച്ചാൽ സൂചി എറിയെ തലവുത്തേക്ക് എന്ത് വേണേ ചെയ്തു. ഓഫീസർമാര് പറയുന്ന പോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ നാട് എന്നേ നന്നായേനെ. ജെയിംസേ, നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവിടുത്തെ ലോക്കൽ ആളല്ലേ ഭരതൻ, അയാളെ ഒന്ന് വിട്ടാലോ? അയാൾ പറഞ്ഞാൽ കുറെ കേൾക്കും. ഇവിടെ മുച്ചിട്ടും കളിച്ചു നടന്ന പാർട്ടിയല്ലേ, നടക്കുന്ന കാര്യമല്ലുണ്ട് പറബായി. ഒരു കാര്യം ചെയ്യേ, വായിപ്പിക്കോ, ഞാൻ ശരിയായിക്കൊള്ളാം. സാറ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ ഭാഷ കേട്ടപ്പോ ഞാൻ ആകെ വരണ്ടുപോയി. എല്ലാം കൂടെ വലിച്ചു പറിച്ച് ഓടേണ്ടി വരുമെന്നാ കരുതിയത്. അത് പോലീസ് മുറയിലൊന്ന് വരട്ടിയതല്ലേ. പിന്നെ ജെയിംസ് പറഞ്ഞപ്പോഴല്ലേ കാര്യം പിടിയിട്ടു. ഞാൻ വരട്ടെ? ശരി സാർ, കൂടെ കൂടെ വരണം. വരാം. സത്യത്തിൽ സാറ് വന്നപ്പോഴാണ് എല്ലാം നേരെയായത്. ഞാൻ വരട്ടെ? ഞാനിങ്ങോട്ട് താമസം മാറ്റിയാലോ എന്ന് ആലോചിക്കുക. എന്താ സാർ? കണ്ടില്ലേ, മുഴുവൻ പിഞ്ചുകളല്ലേ. അക്കാര്യമൊക്കെ ഞാൻ ഏറ്റു. ഈ മുച്ചിട്ടെന്താ അവിടെ കറങ്ങി നടക്കുന്നത്? അവനിപ്പോ ഇവിടെയാ ജോലി. നിന്റെ കൂട്ടുകാരെ എനിക്കൊന്ന് ഒത്തുകിട്ടി. ശരിക്ക് ഞാനൊന്ന് പെരുമാറിയിട്ടുണ്ട്. ഇനി അവരെ എങ്ങാനും ആ പ്രദേശത്ത് കണ്ടുപോയാൽ അത് അവരുടെ അവസാനത്തെ കളിയായിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. നീ പോടാ. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? നിന്നെയൊക്കെ എന്തിനാടാ ശമ്പളം തന്ന് പോറ്റുന്നത്? ആ സമയത്ത് എന്റെ എരുമയെ വാങ്ങിച്ചു വളർത്തായിരുന്നല്ലോ. കുറച്ചു മുമ്പ് നീ എന്താടാ തെണ്ടി പറഞ്ഞത്? എന്റെ പിള്ളേരെ ഇതിനകത്ത് കണ്ടുപോകരുതെന്ന് അല്ലേ? കണ്ടുപോയി നീ എന്ത് ചെയ്യോടാ പുല്ലേ? അവരുടെ മേത്തങ്ങാനം ഒരു തുള്ളി പൂഴി വീണു എന്ന് അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിന്നെ വേലിപ്പത്തൽ പോലും കൊള്ളൂല. പൂളിക്കളയും ഞാൻ. ജീവിതകാലം മുഴുവൻ നീ വേഷം കെട്ടി നടക്കാമെന്ന് വിചാരിക്കണ്ട. എന്തെങ്കിലും ഊരുമല്ലോ, അപ്പൊ ഞാൻ കണ്ടോളാം. പോയിക്കോ, പോടാ. എടാ ലോപം, താനെന്തിനാടോ പറയുന്നത്? ഞാൻ തന്നെയല്ലോ പറഞ്ഞത്, അയാളെയാ. അത് ശരി, അതാ ഞാൻ ഓർക്കുന്നത്. ഈ പാവം പിടിച്ച് എന്തിനാ സാറ് വഴക്ക് പറഞ്ഞു? മാന്യ മഹാജനങ്ങളെ, പ്രൊഫസർ സിത്തുവിന്റെ മഹത്തായ സർപ്പയജ്ഞം, അനേകം സർപ്പയജ്ഞങ്ങൾ നടത്തി വേൾഡിലെന്നല്ല ഇന്ത്യയിൽ തന്നെ അനേകം മെഡലുകൾ വാരി വാരി കൂട്ടിയ ഒരാളാണ് പ്രൊഫസർ സിദ്ധു. സിദ്ധു 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 സിദ്ധു. പ്രിയപ്പെട്ടവരെ, മാന്യ മഹാജനങ്ങളെ, ഇതാ ഒരു പച്ച മനുഷ്യൻ ഒരു ചില്ലുകൂട്ടിൽ ഘോര സർപ്പങ്ങളുമായി കഴിഞ്ഞുകൂടുകയാണ്. ഹൃദയമുള്ളവർ കടന്നു വരൂ, കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കൂ. പ്രിയപ്പെട്ടവരെ, കടന്നൊരു മാന്യ മഹാജനങ്ങളെ, പ്രൊഫസർ സിദ്ധുവിന്റെ മഹത്തായ സർപ്പയജ്ഞം, അനേക സർപ്പയജ്ഞങ്ങൾ നടത്തി ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ മെഡലുകൾ വാരി വാരി കൂട്ടിയ പ്രൊഫസർ സിദ്ധുവിന്റെ സർപ്പയജ്ഞം ഇതാ തുടരുകയാണ്. വഞ്ചിക്കൊടി എൻ കൊഞ്ചുംകിളി ഇഷ്ടപ്പെടി എന്നെ കട്ടിപ്പൊടി അടനിയാച്ച് നാനാച്ച്.
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. സമയം പാഴാക്കാൻ എല്ലാവരും ഒന്ന് കാണുവാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രൊഫസർ സിദ്ധു ഇപ്പോൾ തന്നെ പുറത്തോട്ടിറങ്ങാൻ പോവുകയാണ്. വലിയ കടിമൂർക്കൻ, കുഞ്ഞാലിമൂർക്കൻ, ചേരത്തുടർന്നുള്ള ഘോര സർപ്പങ്ങളുടെ ഇടയിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ പുറത്തോട്ടിറങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്ക് തുച്ഛമായ സംഭാവനയാണ് ഞങ്ങളുടെ മെച്ചമായ ആഹാരം. ഇട്ടാട്ടെ ചേട്ടാ, ഇങ്ങോട്ട് ഇട്ടാട്ടെ. എന്തിനാ മടിക്കുന്നത്? ഇങ്ങോട്ട് ഇട്ടാട്ടെ. എന്തിനാ അത് കൈ വെച്ചത്? ഇങ്ങോട്ട് ഇട്ടാട്ടെ. ഇതൊക്കെ പാമ്പിന് അരി മേടിക്കാനുള്ളതല്ലേ? ഇട്ടാട്ടെ, ഇട്ടാട്ടെ. ആഹാരത്തിനുള്ളതല്ലേ? ഇട്ടാട്ടെ. അടലി, എട്ടടിമൂർക്കൻ, ശംഖുവരയൻ, കരിമൂർക്കൻ, രാജവെപ്പാല മുതലായ ഘോര സർപ്പങ്ങളുടെ ഇടയിൽ 14 മണിക്കൂറോളം സഹവസിച്ചതിന് ശേഷം പുറത്തോട്ടിറങ്ങാൻ പോകുന്ന പ്രൊഫസർ സിദ്ധുവിനെ എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കൂ. കുത്തിവെളുപ്പിന് ചിത്തം 4 മണിക്ക് തുടങ്ങിയ 14 മണിക്കൂർ നേരത്തെ സർപ്പയറ്റം അവസാനിച്ചിരിക്കുന്നു. എല്ലാരും ഒന്ന് കൈയടിക്കാം, കൈയടിക്കാം. ഹലോ, താങ്ക് യു. ഒരു മിനിറ്റ്. എന്താണ്? മൈക്ക് വാടക 75 രൂപ, പാമ്പിൻ കൂട് 125 രൂപ പറഞ്ഞു, 100 രൂപ കൊടുത്തു. പാമ്പ് ഒന്നിന് 15 രൂപ വെച്ച് 5 പാമ്പ് 75 രൂപ. ചായ, കാപ്പി, കടി, ഊണ് 75 രൂപ. ആ തീ പിടിച്ചെടുത്തടി. പോലീസുകാർക്ക് 10 രൂപ. റെക്കോർഡ് ഡാൻസ് 100 രൂപ. ആ ഉണക്കയിലേക്ക് 100 കൂവേ. റെക്കോർഡ് ഡാൻസ് കൂടുതലാടി ഞാനാ. റെക്കോർഡ് ഡാൻസർക്കൊക്കെ ഇപ്പൊ എന്താ വാടക എന്നറിയോ? വായിച്ചരാതെ. പടക്കം 15 രൂപ, പഴയ കോട്ട് മെഡൽ വാടക 15 രൂപ, ബസ് കൂലി 18 രൂപ 60 പൈസ, ആകെ ചെലവ് 508 രൂപ 60 പൈസ, വരവ് 356 രൂപ, കമ്പനി നഷ്ടം 152 രൂപ 60 പൈസ. പടക്കം 15 പുളുവ. ഒരു 100 വട്ടം പറഞ്ഞതാ വേണ്ടെന്ന്. സമ്മതിക്കൂല. അപ്പൊ അവനത് പൊട്ടിച്ചേ അടങ്ങൂ. ഇപ്പൊ എല്ലാം പൊട്ടിയില്ലേ? അത് എത്രയുണ്ടാ? തലക്കെടുത്താലുണ്ടല്ലോ 30 രൂപ 60 പൈസ. ഇനി 220 രൂപയും കൂടി ഉണ്ടെങ്കിൽ ചായക്കടക്കാരൻ രാമനായരുടെ കടയിൽ നിന്ന് കടം വാങ്ങിയ 250 രൂപ മടക്കി കൊടുക്കാം. എടാ, നീ അതിനൊരു 25 രൂപ എടുത്ത് അവൾ കൊടുത്തേ, ആശയ്ക്ക് കൊടുത്തേ. ഒരു 100 അല്ല ഒരു 10 രൂപ എടുത്ത് ഈ പാമ്പിനും കൊടു. അപ്പൊ രാമനായർക്ക് എന്ത് കൊടുക്കും? രാമനായർക്ക് നമുക്ക് എല്ലാവരും കൂടി ഉഴുന്ന് ആട്ടി കൊടുക്കാം, എന്നിട്ട് പരത്ത. വേണ്ട ഏട്ടാ, നഷ്ടക്കച്ചവടല്ലേ? നീ വാങ്ങിച്ചോടി, നീ മേടിച്ചോ, മേടിച്ചോ. ആ കൊടു, കൊടുറാ, വാങ്ങിച്ചോടാ. കൊണ്ടുപോയി ഞണ്ണിക്കാ തിന്ന്. ഡാ പുണ്യേ, ആരാ? എങ്ങനെയുണ്ടായിരുന്നില്ല സർപ്പ കച്ചവടം? ഒരുപാട് വരവുണ്ടായിരുന്നോണ്ട് കാശ് മുഴുവൻ എണ്ണി തീർന്നിട്ടില്ല. കാലത്തൊരു 8 മണിക്ക് ബോധിപ്പിച്ചാൽ മതിയോ? അയ്യോ, നമ്മള് പേടിച്ചു പോയല്ലേ. ഞാൻ വരണ്ടു. ഇപ്പൊ ഉണ്ടപ്പോ ഞാൻ എന്താണ് എല്ലാരും കൂടെ പുറത്തിറങ്ങി നിൽക്കുന്നത്? ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചേച്ചുമായിട്ട് ഞങ്ങൾ പറയാം. ആശാന്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. ആ SI കൂലിക്കട നിങ്ങൾ വല്ലതും ചെയ്തു? ഏയ്, ഒന്നും ചെയ്തില്ല. കള്ളം പറയുന്നു. അയാൾ എന്നോട് പറഞ്ഞല്ലോ. ആശാനെ, അയാൾ അന്ന് ഇവിടെ വന്ന് ആശാനുമായിട്ട് ഉടക്കി പോയില്ലേ? ആ. അതിന്റെ വൈരാഗ്യം ഉണ്ടായിരുന്നു അയാൾക്ക്. ഉം. ആ സാരമില്ല, അത് പോട്ടെ. ഇതെന്താ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്? അയാളൊന്നുമില്ല, മാർ. ആ, പുതിയ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? ആ മുടി. പോടാ ചേക്കാ. ഇനി കുറച്ചു കാലത്തേക്ക് ആനമയിലൊട്ടാൻ കളിയൊന്നും വേണ്ട. ബൈക്ക് വിറ്റ വകയിൽ ഒരു 2000 രൂപ ബാക്കി കിട്ടാനുണ്ട്. വർഷാപ്പാരനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പുണ്ണി പോയാൽ മതി, അയാൾ തരും. മാങ്ങയുടെ കണക്കിൽ അബ്ദുള്ളക്കുട്ടിയും തരാനുണ്ട് കുറച്ച് ബാക്കി. ചന്തു ചെന്നാൽ അതും തരും. ഇതാ ഇവിടെ വെച്ചോ. ഉള്ള കടവെല്ലാം തീർത്ത് ബാക്കിയുള്ളതുകൊണ്ട് ഒരു കച്ചവടം തുടങ്ങി. തൽക്കാലം അത് മതി, ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം. അതെ. ആ എന്താണ് കമലമ്മേ? ഇപ്പോഴാ ഒരു കാര്യം ഓർത്തു. ബൈക്കിലെ സർക്കിട്ടിന് നടക്കൂല, ബൈക്ക് വിറ്റുപോയി. ഇനി തരപ്പെടുമ്പോ ജീപ്പിലാവാം പോരെ? ഡാ കമലമ്മേ മറക്കരുത്, ഉള്ളതുപോലെ എന്തെങ്കിലും അവർക്കും. ശരി, വരട്ടെ.
സ്വർണ്ണകിൽറ്റുള്ള ഈ വള ഗൗരിക്ക് നന്നായി ചേരും. ശരിന്ന്, ഈ വള കുട്ടിക്ക് നന്നായിട്ട് ചേരൂട്ടാ. എന്നാ ഇത് മതി. ആ പെണ്ണുങ്ങളുടെ കയ്യെ തൊട്ട് സൂയിക്കാതെ വളയിട്ട് കൊടുക്കാൻ നിനക്ക് അറിയില്ലല്ലടാ. നീ എന്തിനാടി നിനക്ക് നിന്ന് കൊടുത്തത്? 4 വിള സ്വന്തമായിട്ടിടാൻ നിനക്കറിയില്ലേ? വടി. ഗൗരി, ഗൗരി, ആയി അപ്പൊ വാൻവേ ട്രാഫിക്കിന് ഞാനൊന്ന് തൊട്ടുന്ന് കരുതി തനിക്കും തൊട്ടു നഷ്ടം. തൊട്ടാലാ കൈ മാങ്ങ പൊളുന്ന പോലെ ഞാൻ പൊളിക്കളയും. ഉള്ള സുഹൃത്തെ, ഏതാ പെൺകുട്ടി? ഗൗരി. ഗൗരിയോ? നിങ്ങൾ സ്നേഹിക്കുന്ന പെണ്ണാണോ? ഉം. അവരുടെ പെരുമാറ്റം കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലല്ലോ. ചില സമയത്ത് അവളുടെ പെരുമാറ്റം അങ്ങനെയാ. ചിലപ്പോഴേ ഉള്ളൂ. ഉം. അവളെവിടെ? കണ്ടില്ലല്ലോ. അവളിപ്പോ വരും സർ. ബായി എവിടെ പോയി? പഞ്ചായത്ത് ഇറക്കുന്ന പാർട്ടിയാ. പുറത്തൊരു ഹോട്ടലിൽ വെച്ചാ. 1 മാസത്തേക്കായിരുന്നു ലൈസൻസ്. അത് 1 മാസത്തേക്കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ബിസിനസ് ഇവിടെ പച്ച പിടിച്ചെന്ന് അർത്ഥം. തരക്കടില്ല സർ. അവൾ അവിടെ എന്തെടുക്കുവാടോ? ഡ്രസ് ചേഞ്ച് ചെയ്യായിരിക്കും. നേക്കഡ് ഡാൻസ് ചെയ്യാൻ എന്തിനാണോ ഡ്രസ് ചേഞ്ച്? അത് ശരിയാ. ശരിയാ, അതിന്റെ ആവശ്യം എന്താ? ഡോക്ടർ സാറേ, ചുമ്മാ തിന്നോണ്ടിരിക്കാതെ അല്പം ഒഴിച്ച് കഴിക്കാം. കഴിക്കുന്ന എത്ര നേരമായത് ഡ്രസ് ചേഞ്ച്. എന്താ ലോപം? ലോബോ, ഒന്ന് വേഗം വരാൻ പറയടാവോ. അകത്തിരിക്കുന്ന സാറുമാരുടെ മുമ്പിൽ നേക്ക് ഡാൻസ് ആടണം. എന്നെ കൊണ്ടാവില്ല സാർ. എന്നാലും അത് തുറന്നു പറഞ്ഞൂടെ? ജെയിംസ് സാർ ചീത്ത പറയും. ചീത്ത പറഞ്ഞാൽ തിരിച്ചു പറയണം. വായിൽ നാവില്ല നിനക്ക്. എന്താണ് അത്ര താമസം? വിളിച്ചാ കേട്ടില്ലേ? തുറന്നു പറയടോ. അവര് പറഞ്ഞ പോലെ അഴിഞ്ഞാടാൻ സാധിക്കില്ലെന്ന്. തനിക്കെന്താ അതിൽ കാര്യം? നീ പോടാ. നിങ്ങൾക്ക് തരുന്ന ശമ്പളത്തിന് തുണിയില്ലാതെ ആടണമെന്ന് ഭാര്യ പറഞ്ഞോ? നീ അങ്ങനെ പറഞ്ഞാലും ചെയ്യരുത്. ഇവനൊക്കെ അത്രയ്ക്ക് മൂത്തെങ്കിൽ വല്ല മുള്ളുമരിക്കലും പോയി കയറട്ടെ. എരന്ന് തിന്നാൻ വേണ്ടി ജനിച്ച കുറെ നാറികളുണ്ട്. അവനെയൊക്കെ താങ്ങാൻ കുറെ പരമനാറികൾ. എന്താണോ അത്? ഭരത, കൊന്നുകള ഞാൻ. ഭരത, വേണ്ട. വാ നീ. വരാൻ. തേവിടിശി, പ്രവൃത്തി വ്യഭിചാരം, വാക്കിലും പെരുമാറ്റത്തിലും പാതിവൃത്യം. നിന്നെ ആദ്യം കണ്ട അന്ന് ഞാൻ എഴുതി വെച്ചതാ നീ പെശകാണെന്ന്. ഒരു ഓഫീസറുടെ തോൾപ്പട്ടയിലെ സ്റ്റാർ സിമ്പൽ കണ്ടാൽ എനിക്ക് പറയാനാവില്ല അയാൾ DSP ആണോ DYSP ആണോ എന്ന്. പക്ഷേ ഒരു പെണ്ണിനെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഞാൻ പറയും അവൾ പെശകാണോ അല്ലയോ എന്ന്. സഹജവാസന, അല്ലാതെ എന്തു പറയാനുള്ളൂ? ഞാൻ എന്താണോ പറഞ്ഞത്? ഇവിടെ പറഞ്ഞാണ് സാർ. റെസ്റ്റ് ഹൗസിൽ ശൃംഗരിക്കാൻ വന്നിരിക്കുന്നു കാമുകനുമായി. എത്ര കാമുകന്മാരുണ്ടോ നിനക്ക്? എത്ര കൊടുത്തടാ ഇപ്പൊ? 200. സത്യം പറയടാ. 200 സാർ. ഹലോ,
അതെ സർ. സർ സർ ശരി സർ. ശരി സർ. വെക്കട്ടെ.